ക്രിസ്മസ് ആഘോഷിക്കുന്നത് എങ്ങനെ വേണം എന്ന് കൃത്യമായി ഇക്കൂട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ നമുക്കൊപ്പം ഇരിക്കുന്ന ബഹുമാനപ്പെട്ട റോഷി മിനിസ്റ്ററാണ്. റോഷി മിനിസ്റ്റർ, തുടങ്ങാം. എങ്ങനെയാണ് ഒരു സാധാരണ ക്രിസ്തുമസ് ആഘോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത്? ക്രിസ്തുമസ് ഒരു സന്തോഷത്തിൻ്റെ ഒരാഘോഷമാണ്. പ്രത്യേകിച്ച് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും എല്ലാം ഒരു വലിയ ആനന്ദകരമായിട്ടുള്ള അനുഭൂതിയാണ്, ഒരു സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തെമ്പാടും ക്രിസ്മസ് ആഘോഷം, ക്രിസ്തുവിൻ്റെ ജനനം, രക്ഷകൻ്റെ പിറവിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഡിസംബർ മാസമാകുമ്പോൾ സ്വാഭാവികമായും ഒരു തണുപ്പുള്ള കാലഘട്ടമാണ്. അതുതന്നെ നല്ലൊരു അന്തരീക്ഷം, അതിനുള്ള നല്ലൊരു തയ്യാറെടുപ്പുകൾക്കെല്ലാം ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. ഇപ്പം മഞ്ഞിൻ്റെ കുളിർമയും നക്ഷത്രത്തിൻ്റെ തിളക്കവും അതോടെ പുൽക്കൂടിൻ്റെ പുതുമയും പാതിരാ കുർബാനയുടെ അനുഭവങ്ങളുമെല്ലാം പടികയറി വരുന്ന ക്രിസ്മസ് രാവിലേക്ക് നമ്മളെ അടുപ്പിക്കുക. പഴയ ആ പള്ളിയിൽ നിന്നുള്ള പ്രസംഗം എനിക്ക് ഓർമ്മ വരുന്നു. അതെ, അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ലോകത്തെല്ലാ വിഭാഗം ആൾക്കാരും ക്രിസ്മസിനെ എതിരേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സംഭവവും വലിയൊരു അനുഭൂതിയുമാണ്. എല്ലാ വർഷവും കുരിശൻ ചുമന്ന് മലയാറ്റൂർ വരെ നടക്കുന്ന ആളുകൂടിയാണ് റോഷി. അങ്ങനെ നടക്കാറുണ്ടോ? ഞാൻ 15 വയസ്സ് തൊട്ട് ഇന്ന് വരെ മലയാറ്റൂരേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഏതാണ്ട് 80 കിലോമീറ്റർ. ഈ 36 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടും മുഖത്തൊരു ചുളിവ് പോലും വീഴാത്ത മന്ത്രിമാരിൽ ഒരാളാണ് മിനിസ്റ്റർ, അല്ലേ? ശരിയല്ലേ? ഈ 36 ദിവസത്തെ അതിന്റെ കാരണം എന്താണ് ഇപ്പോഴാണ് പിടിക്കുന്നത്? പൂർണ്ണമായും നോയമ്പെടുത്താണ് ഞാൻ ഈ യാത്രയെ തുടരുന്നത്. ഈ യാത്രയിൽ നോയമ്പെടുത്ത് 25 വരെ കൃത്യമായ നോയമ്പിലാണ്. പാലില്ല, ഇറച്ചിയില്ല, മീനില്ല, ചായക്ക് പാല് പോലും ഉപയോഗിക്കില്ല. 1-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ ഞങ്ങളുടെ നോയമ്പിന്റെ ശ്രമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. പൂർണ്ണമായും നോമ്പാണ്. അത് വളരെ കൃത്യമായി റോഷി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ആലോചിക്കുക, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ നോയമ്പൊക്കെ എടുത്ത് ഇങ്ങനെ എത്ര കഷ്ടപ്പെടുന്നതായിരിക്കുമല്ലേ മിനിസ്റ്റർ ആലോചിക്കുന്നത്? അതല്ല, എന്താണ് ചെറുപ്പമായി ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അല്ല, കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പാലുപേക്ഷിക്കുന്നു പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ആലോചിച്ചു. പാലുപേക്ഷിച്ച് ഒരു നിമിഷം അല്ല, ചിഞ്ചുറാണി മിനിസ്റ്റർ ആകെ പ്രയാസമായി പാലുപേക്ഷി എന്ന് പറഞ്ഞു. അപ്പൊ അത് ചിഞ്ചുറാണി മിനിസ്റ്റർക്ക് അത് ബാധിക്കും. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഏറ്റവും പാലാണ് കഴിക്കുന്നത്. അതാണ് ഇപ്പോഴും ആരോഗ്യത്തിന്റെ രഹസ്യം. അത് ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പം കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അടക്കം ധാരാളം ഈ ഇത്ര ക്രിസ്തു ജനിച്ചതിന് തൊഴുത്തിലാണ്. പക്ഷെ പിന്നെ എന്തിനാണ് പാലുപേക്ഷിച്ചതെന്നാണ് ചോദ്യം. ക്രിസ്തു ജനിച്ചത് തൊഴുത്തിലായിരിക്കെ എന്തുകൊണ്ട് പാലുപേക്ഷിച്ച് നോമ്പ്? അല്ല, പാലുപേക്ഷിക്കുക എന്ന് പറയുന്നത് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലല്ലോ. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഒരു സൗഹൃദമായി കൂടിയിരുന്ന ക്രിസ്മസിന്റെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ നവകേരള യാത്രയ്ക്കും സദസ്സിനും ഇതുമായി വലിയൊരു ബന്ധമുണ്ട്. ഇപ്പം ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ പിറവിയെ ആണല്ലോ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോയതാണോ അർത്ഥം? അല്ല, അത് പിന്നീടല്ലേ, അത് പിന്നീടാണല്ലോ. അത് പിറവിയിലേക്ക് എത്തിയതല്ലേ ഉള്ളൂ. അപ്പൊ ആ പിറവിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹം എന്തുകൊണ്ടാണ് നക്ഷത്രം ഇടുന്നത്? പുൽക്കൂട്ടിൽ പിറന്നപ്പോൾ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി പോയത് നക്ഷത്രമാണ്. അതിന്റെ ഓർമ്മയാണ് നമ്മൾ നക്ഷത്രത്തെ നൽകുന്നത്. അപ്പം അങ്ങനെ ക്രിസ്മസിന് അങ്ങനെ പല വിധത്തിലുള്ള ചിന്തകളാണല്ലോ ഉണർത്തുന്നത്. അപ്പം ഈ നവകേരള സദസ്സിൽ കാണുന്നത് കേരളമെമ്പാടുമുള്ള ജനത ഈ നാടിൻ്റെ നന്മയെ കാംക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. വഴികാട്ടിയായ ഒരു ബസ്, ആ വഴികാട്ടിയായ ഒരു ബസ് മാത്രമല്ല, കേരളത്തിൻ്റെ ആ വഴികാട്ടിയായി മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായ ഒരു ഗവൺമെൻറ്റും സഖാവ് പിണറായി വിജയനും സാധിക്കുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. അത് യാത്രയുടെ എല്ലാ വശവും എടുക്കും കാണാനായിട്ട് കഴിയും. വഴിയോരങ്ങളിൽ നിൽക്കുന്നവർ കുഞ്ഞുങ്ങളുമായി ഒക്കത്ത് വെച്ച് ഇങ്ങനെ സ്വീകരിക്കാൻ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഈ രക്ഷയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുമുള്ള സന്ദേശത്തെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാണ്. നാളത്തെ പ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റ് ആണോ? അല്ല, നാളത്തെ പ്രസംഗത്തിന് ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞാലും തെറ്റില്ല.